ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം. അതെ, നോഹയുടെ കാലത്തെ ആ മഹാപ്രളയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അതിലെ ദൈവിക ഇടപെടലുകൾ, പാഠങ്ങൾ. ശരിയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവം നോഹയോട് സംസാരിക്കുന്നതിലൂടെയാണല്ലോ. കൃത്യം. ദൈവം നോഹയോട് പറയാണ്, നീയും നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ പ്രവേശിക്കുക. കാരണം ആ തലമുറയിൽ നീതിമാനായിട്ട് ദൈവം കണ്ടത് നോഹയെയാണ്. അതെ, അതുകൊണ്ട് ആ ഒരു കൽപ്പന. അതോടൊപ്പം മറ്റു ജീവജാലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ? ഉണ്ട്. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 ജോഡി വീതം, പിന്നെ അശുദ്ധിയുള്ളവയിൽ നിന്നോ അതിൽ നിന്ന് ഓരോ ജോഡി മതി. പക്ഷികളുടെ കാര്യത്തിലും 7 ജോഡി. എന്തിനാണെന്ന് വെച്ചാൽ ഭൂമിയിൽ അവയുടെ വംശം നിലനിൽക്കാൻ. ശരിയാണ്, അതൊരു പ്രധാന കാര്യമാണ്, ഒരു സംരക്ഷണത്തിന്റെ ഭാഗം. പക്ഷേ അതോടൊപ്പം ഒരു മുന്നറിയിപ്പുമുണ്ട്. അതെന്താണ്? 7 ദിവസം കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമിയിലെ വലിയൊരു മഴ പെയ്യ്ക്കും, എന്നിട്ട് സകല ജീവജാലങ്ങളെയും നശിപ്പിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഇതൊരു വലിയ മുന്നറിയിപ്പാണല്ലോ. അപ്പൊ നോഹയുടെ പ്രതികരണം? അതാണ് ഏറ്റവും പ്രധാനം. നോഹയുടെ പൂർണ്ണമായ അനുസരണം. ഒരു ചോദ്യം പോലുമില്ല. തന്റെ 600-ാം വയസ്സിൽ നോഹയും ഭാര്യയും പിന്നെ 3 മക്കൾ, ഷേം, ഹാം, യാഫേത്ത്, അവരുടെയും ഭാര്യമാരും. അതെ, അവരുടെ ഭാര്യമാരും. അങ്ങനെ ആകെ 8 പേർ. 8 പേർ പെട്ടകത്തിലേക്ക്. അതോടൊപ്പം മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളുമൊക്കെ ദൈവം കൽപ്പിച്ച പോലെ 2 വീതം വന്നു. നോഹ എല്ലാം ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ. അതാണ് അവിടെ എടുത്തു പറയുന്നത്. എന്നിട്ട് ആ 7 ദിവസം കഴിഞ്ഞു, പ്രളയം തുടങ്ങുകയാണ്. എപ്പോഴായിരുന്നു അത്? കൃത്യമായി പറയുന്നുണ്ടോ? ഉണ്ട്. നോഹയുടെ ജീവിതത്തിലെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം. അന്ന് വലിയ ആഴിയുടെ ഉറവുകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു എന്നൊക്കെയാണ് എന്താ പറയാ ആ വിവരണം. ഭയങ്കരമായൊരു കാഴ്ചയായിരുന്നിരിക്കും. തീർച്ചയായും. 40 രാവും 40 പകലും മഴ നിർത്താതെ പെയ്തു. അപ്പൊ വെള്ളം പൊങ്ങാൻ തുടങ്ങി. അതെ, വെള്ളം പൊങ്ങി പെട്ടകം ഭൂമിയിൽ നിന്ന് ഉയർന്നു. എത്രത്തോളം ഉയർന്നു? ഏറ്റവും വലിയ പർവ്വതങ്ങൾ പോലും വെള്ളത്തിനടിയിലായി എന്നാണ് പറയുന്നത്. അതിനും മീതെ ഒരു 15 മുഴം കൂടി വെള്ളം ഉയർന്നു. 15 മുഴം, ഏകദേശം 22 അടി വരും. അത്രയും ഉയരത്തിൽ. അതെ. അതിന്റെ ഫലമെന്തായിരുന്നു? കരയിലുണ്ടായിരുന്ന സകലതും നശിച്ചു. മനുഷ്യർ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, എല്ലാം. നോഹയും ആ പെട്ടകത്തിൽ കൂടെ ഉണ്ടായിരുന്നവരും മാത്രം രക്ഷപ്പെട്ടു. ദൈവം അവരെ സംരക്ഷിച്ചു. അതെ. ഏകദേശം 150 ദിവസം ആ വെള്ളം ഭൂമിയിൽ അങ്ങനെ നിലനിന്നു എന്നാണ് കാണുന്നത്. ഇതൊരു എന്താ പറയാ, ഭയാനകമായ സംഹാരത്തിന്റെ ചിത്രം തരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ കൂട്ടത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണത്തിന്റെയും കഥയാണ്. ശരിയാണ്. ഈ ഒരു സംഭവത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? ചില അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഓ, അങ്ങനെയുണ്ടോ? നമ്മൾ ചർച്ച ചെയ്ത ആ കുറിപ്പുകളിൽ മീര എന്നൊരു സ്ത്രീയുടെ അനുഭവം പറയുന്നുണ്ടല്ലോ. ഓർക്കുന്നു. കേരളത്തിലെ ഒരു യുവതി. അതെ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, വലിയ കടബാധ്യത, അങ്ങനെ വളരെ നിസ്സഹായമായ ഒരവസ്ഥ. ആ സമയത്താണ് അവർ ബൈബിൾ വായിക്കുന്നതും പ്രത്യേകിച്ച് ഈ ഉൽപ്പത്തി 7-ാം അധ്യായം വായിച്ചപ്പോൾ. അതിലെന്താണ് അവരെ സ്പർശിച്ചത്? ആ പെട്ടകത്തിലെ സുരക്ഷിതത്വം. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ അഭയം കണ്ടെത്തിയത്. അപ്പോ അവർക്കൊരു തിരിച്ചറിവുണ്ടായി എന്ന് പറയുന്നു. തടി കൊണ്ടുള്ള പെട്ടകമല്ല, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് സ്വന്തമായി ഒരു പെട്ടകം പണിയണം. വളരെ ശക്തമായൊരു ചിന്തയാണല്ലോ അത്. അതെ. പിന്നെ അവർ പ്രാർത്ഥനയിലൂടെയും സഭയുടെ സഹായത്തോടെയും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഒരു ചെറിയ തയ്യൽ യൂണിറ്റൊക്കെ തുടങ്ങി ജീവിതം തിരിച്ചുപിടിച്ചു. അപ്പോ നോഹ വിശ്വാസം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതുപോലെ മീരയും തന്റെ വിശ്വാസത്തിലൂടെ ഒരു പുതിയ ജീവിതം പണിതുയർത്തി. കൃത്യം. അപ്പോ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠമെന്താണ്? ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്, അതേസമയം കരുണയുമുണ്ട്, സംരക്ഷണവുമുണ്ട്. നോഹയുടെ അനുസരണം കണ്ടില്ലേ? അതാണ് രക്ഷയ്ക്ക് കാരണമായത്. ശരിയാണ്. ആ പെട്ടകം ഒരു വലിയ അഭയകേന്ദ്രമായി മാറി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും പ്രതിസന്ധികളിലും വിശ്വാസം അതുപോലൊരു അഭയസ്ഥാനമാണ്. ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ പെട്ടകമെന്നും പറയാം. തീർച്ചയായും. അതാണ് ഈ അധ്യായം നൽകുന്ന ഒരു പ്രധാന സന്ദേശം. അപ്പോ ഈ സംഭവങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഉൽപ്പത്തി 7-ാം അധ്യായത്തിലെ വലിയ സംഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങയുടെ നീതിയെയും അതേസമയം അങ്ങയുടെ അളവറ്റ കരുണയെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നോഹയെയും കുടുംബത്തെയും അങ്ങ് സംരക്ഷിച്ച ആ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. കർത്താവെ, നോഹയെപ്പോലെ പൂർണ്ണമായി അനുസരിക്കാനും അങ്ങയിൽ വിശ്വസിക്കാനുമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ജീവിതത്തിലെ പ്രളയങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങയുടെ മാർഗനിർദ്ദേശം തേടാനും അങ്ങയുടെ പദ്ധതിയിൽ ആശ്രയിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ലോകത്തിലിന്ന് പലവിധത്തിലുള്ള ദുഃഖങ്ങളിലൂടെയും ഭയത്തിലൂടെയും അനിശ്ചിതത്വത്തിലൂടെയും കടന്നുപോകുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവർക്കൊരു അഭയമായിരിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ അവർക്ക് പ്രത്യാശ നൽകട്ടെ. അങ്ങയുടെ ഉടമ്പടികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോ ദിവസവും പുതുക്കണമേ. ഈ ലോകത്തിൽ അങ്ങയുടെ പ്രകാശം പരത്തുന്ന ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഈ ചിന്തകൾ നിങ്ങളെ സ്പർശിച്ചുവെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. soulfulscriptureseveryday@gmail.com. അതെ, നിങ്ങൾ അയച്ചു തരുന്ന സാക്ഷ്യങ്ങൾ അനുവാദത്തോടെ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലൂടെ ലോകവുമായി പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ്. അതെ, അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.